ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും എന്നോട് മിസ് എങ്ങനെയാണ് റെസിപ്പി എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ ശരി നമുക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മളിന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഞാനിവിടെ സാധാരണ വെക്കണ ചിക്കൻ കറിയാണ്. നമ്മൾ പല ടൈപ്പ് ചിക്കൻ കറി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു റെസിപ്പിയാണ്, ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്നാൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് സാധാരണ ചെയ്യണേക്കാളും കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതലുണ്ട്, കുറച്ച് പ്രൊസീജിയേഴ്സ് കൂടുതലുണ്ട്. ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതെങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 കിലോ ചിക്കനാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ലേശം മഞ്ഞൾപ്പൊടിയും ഈ ചിക്കന് വേണ്ട ഉപ്പും കുറച്ച് വിനീഗറും ചേർത്ത് നല്ലോണം ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് വെച്ചതാണ്. സാധിച്ചാൽ നിങ്ങൾ ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കുറച്ച് ടെമ്പറായി നന്നായിട്ട് അതിൽ ഉപ്പൊക്കെ പിടിച്ചിരിക്കും. ഓക്കെ, പിന്നെ ഒരു 2 തക്കാളി തീരെ ചെറുതാക്കി അരിഞ്ഞാൽ അത്രയും നല്ലത്. ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്, ഒരു കൈപ്പിടിയോളം ചെറിയുള്ളി, 2-3 തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ വലിയൊരു പീസ് ഇഞ്ചി, ഒരു ബോള് വെളുത്തുള്ളി കേട്ടോ, പച്ചമുളക് ഒരു 5-10 എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എരിവനുസരിച്ചിട്ട് എടുക്കാം. കുറച്ച് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കണം കേട്ടോ. ലാസ്റ്റ് നമുക്ക് താളിക്കാനാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്. ചിക്കൻ വെള്ളം വാലാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞാനിവിടെ ചിക്കൻ കറി വെക്കാനായിട്ട് ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും നല്ല ചിക്കൻ നല്ല സോഫ്റ്റായിട്ടൊക്കെ വരാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഇതുപോലെ കട്ടിയുള്ളൊരു പാത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ അതാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം തന്നെ ഞാൻ ചേർക്കാറുണ്ട്. അപ്പോൾ ആ ഓയിലിലോട്ട് നമ്മൾ വെളിച്ചെണ്ണയിലോട്ട് ആ ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവറൊക്കെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ എന്നിട്ട് അതൊന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു ലൈറ്റ് മെറൂൺ കളറ് ആവണ വരെ ഒന്ന് കളറ് മാറണം കേട്ടോ. അപ്പോൾ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലോട്ട് ഇറങ്ങും. പിന്നെ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് ചിക്കനിലോട്ടൊക്കെ പിടിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് ഇതായി വരട്ടെ. ഓക്കെ, ലൈറ്റായിട്ട് കളറ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സവാള, ചെറിയുള്ളി, വേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കണേ. പച്ചമുളകും കൂടെ ചേർക്കാം, എന്നിട്ട് അങ്ങ് വഴറ്റാം. നമുക്ക് ഈ സവാള വഴറ്റണ സമയത്ത് ഇതിനാവശ്യമുള്ള ഉപ്പ്, ചിക്കനിൽ ഉപ്പ് ചേർത്താണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി അഥവാ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതൊരു 2 സ്പൂൺ ഇടാം. നമുക്ക് ഇട്ടതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഗ്രേവിയൊക്കെ കറക്റ്റ് മതിയെങ്കിൽ അത് മതി. അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുറവ് മതി, താഴെ മതി. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സോറി, ഞാൻ പെരിഞ്ജീരകവും കുരുമുളക് പൊടിയും ചേർക്കാൻ പറയാൻ വിട്ടുപോയിട്ടാ. അപ്പോൾ പെരിഞ്ജീരകവും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒന്ന് നമുക്കതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് 2 തക്കാളിയാണ് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഗരം മസാല നമ്മളിപ്പോൾ ചേർത്തിട്ടില്ല. ഗരം മസാല നമുക്ക് ലാസ്റ്റ് ചേർക്കാം. നമ്മളിവിടെ വീട്ടിൽ പൊടിച്ച മസാലയാണ് കേട്ടോ. ഓക്കെ, ഒന്ന് കളറ് ചേഞ്ച് ആവണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ലേശം വെളിച്ചെണ്ണ കുറവ് പോലെ തോന്നിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ചേർത്തായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പൊടിയൊക്കെ ഒന്ന് വറന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച്. അതുപോലെ തന്നെ 1 ടീസ്പൂണും കൂടെ ഗരം മസാല ചിക്കൻ മസാല ചേർത്തിട്ട്. അപ്പോൾ നിങ്ങൾ 3 ടീസ്പൂൺ ചേർക്കാം. മീൻസ് ഞാൻ 3 ടീസ്പൂൺ ചേർത്തെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായി വഴറ്റി നെയ്യ് തെളിയണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം ഞാൻ കാണിക്കാവേ.
സവാളയൊക്കെ ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിം, നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് ഇളക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ചിക്കന് പെട്ടെന്ന് ഒരു ഹീറ്റ് വെച്ചിട്ട് പുറമേക്ക് ഒരു കോട്ടിങ് വരികയും ചെയ്യും, ഉള്ളിൽ നല്ല ടെമ്പറായിട്ട് ഇരുന്ന് കുക്കാവുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയണത്. ഞാനൊരു ഏകദേശം 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നോക്കിയേ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചൂടുവെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ഒഴിക്കാം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കനിൽ നിന്ന് വെള്ളം ഊർന്ന് വരും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഉരുളി ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കണത്, എന്ന് വെച്ചാൽ പെട്ടെന്ന് തിക്കായി വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്കാവട്ടെ കേട്ടോ. ഓക്കെ, ഞാനൊന്ന് ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. അപ്പോൾ ചിക്കനൊക്കെ അതേ നന്നായി ഒന്ന് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് വേവണ അനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നോക്കാം വേവായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് ഞാനിപ്പോൾ അടച്ചു വെക്കണേ. ഓക്കെ, ഏകദേശം ഒരു 30 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ചിക്കൻ നന്നായി വെന്ത് കുറച്ച് ചാറുണ്ട്, അത് സാരമില്ല. നമുക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. ഞാനിതിലൊരു കാര്യം മല്ലിയിലയും പുതിനയിലയും കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നേ. അത് ഇതിൻ്റെ ഇടയിൽ വേവിക്കണതിൻ്റെ ഇടയിൽ ഇട്ടതുകൊണ്ട് അത് വീഡിയോ പിടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കണം, നല്ലതായിരിക്കും. നമ്മളൊരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലക്ക് 1 ടേബിൾ സ്പൂൺ പുതിനയില കേട്ടോ. നോക്കി, ഈ ഗ്രേവിയൊക്കെ ഇവിടെ പാകമാണ്. നമുക്ക് ഇത് ഇങ്ങനെയും ഉപയോഗിക്കാം. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ചേർക്കുമ്പോഴാണ്. നിർബന്ധമില്ല, ഞാൻ എപ്പോഴും വീട്ടിലിപ്പോൾ സൺഡേസിലൊക്കെ നമ്മൾ ചിക്കൻ മേടിക്കുമ്പോൾ ഇത്രയേ ചെയ്യാറുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കാൻ നോക്കാറുണ്ട്. ഇനി അതല്ല, ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് ഇനിയുള്ള പ്രൊസീജിയർ ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിത് തലപ്പാൽ മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഒഴിച്ചപ്പോൾ തന്നെ ചെറുതായിട്ട് തിള പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉരുളിയിലും കൂടെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് വല്ലാണ്ട് നമ്മൾ തിളപ്പിക്കില്ല. ഈ ചെറിയ തിള പറഞ്ഞ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കുകയാണ് ചെയ്യണത്. അതായത് നമ്മളിത് പിന്നെ വീണ്ടും എടുത്തിട്ട് തിളപ്പിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇത് പിന്നെയും വല്ലാണ്ട് തിള വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കറി കാണാനൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കഴിക്കാനായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. മീൻസ് നമ്മൾ കുറച്ച് താളിച്ചും കൂടി ഇടുന്നുണ്ട്, അപ്പോൾ ഉപയോഗിക്കാം. എന്നിട്ട് ഇത് നിങ്ങൾ ഇനി നാളെ ഉപയോഗിക്കാനാണെങ്കിൽ വൈകുന്നേരം ഒന്നും കൂടെ വീണ്ടും ചൂടാക്കി വെക്കണം കേട്ടോ. ഇത് കണ്ടോ, നോക്കി ചെറിയ തിള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യണേന് കേട്ടോ. ഓക്കെ, നമ്മൾ കറിയൊക്കെ നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കണേക്ക് മുമ്പ് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒന്ന് ചേർക്കണം കേട്ടോ. ഇത് ഞാൻ ഇവിടെ വീട്ടിൽ പൊടിച്ചതായതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്ലേവറാണ്, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർക്കണത്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. കറി താളിച്ച് ചേർത്തതും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്നിച്ച് ഈ മസാലയൊക്കെ ഇളക്കിയെടുക്കാം കേട്ടോ നമുക്ക്. ഇനി ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വേപ്പില ചേർത്ത് ഈ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇതൊന്ന് നിറം മാറി വരട്ടെ കേട്ടോ. നോക്കി, പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ താളിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ താളിച്ചത് ചേർക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഫ്രഷായിട്ട് ചേർക്കാമായിരുന്നു. ഞാൻ ഉള്ളത് കറിയിൽ ഇട്ട് പോയായിരുന്നു, കുറച്ച് മാറ്റി വയ്ക്കാൻ മറന്നുപോയി. കുറച്ച് ഫ്രഷായിട്ടുള്ളതും കൂടെ വെച്ചിട്ട് അതിൻ്റെ മീതെ ഈ താളിച്ചതും ചേർത്ത് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിന് ശേഷം നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയാം. ഓക്കെ, ബൈ ബൈ.